എല്ലാ മതങ്ങളുടെയും ആചാര മര്യാദകൾ അനുഭാവപൂർവ്വം നിർവഹിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ്. ദേവീക്ഷേത്രത്തിലെയും ജുമാ മസ്ജിദിലെയും അതുപോലെ തന്നെ ചർച്ച് അങ്കണത്തിലെയും നടന്നൊക്കെ ഉതിരുന്ന ബാങ്കുലികൾ, ശംഖുലികൾ, പള്ളിമണികൾ ഇവയെല്ലാം പ്രതിനിധാനം ചെയ്യുന്ന ഒന്നുണ്ട്. അത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സൗഹാർദ്ദത്തിൻ്റെ ശബ്ദവീചികളാണ്. ഓരോ ദേവാലയവും വിഭാവനം ചെയ്യുന്ന വിശ്വാസ സംഹിതകളുണ്ട്. ഒരുപക്ഷെ ആരാധനാ രീതികൾ വ്യത്യാസമുണ്ടാവും, പക്ഷെ ഓരോ മതവും മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ സമാനമാണ്. സ്നേഹം, സൗഹാർദ്ദം, അനുകമ്പ, കാരുണ്യം, അവശ ജനങ്ങളോടുള്ള പ്രത്യേകമായിട്ടുള്ള കരുതൽ, ഇതെല്ലാം ഓരോ മതവും മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളാണ്. എല്ലാ മതവും മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ സമാനമാണ്. ആ മൂല്യങ്ങളെ ആർജിച്ചെടുക്കുകയും ആ മൂല്യങ്ങളെ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ആചാരങ്ങൾ. അതിലധിഷ്ഠിതമാണ്. മതപരമായിട്ടുള്ള ആചാരം എന്ന് പറയുന്നത് അത് ദേവാലയത്തിൻ്റെ ഉള്ളിൽ മാത്രം നിർവഹിക്കപ്പെടുവാനുള്ള ഒന്നല്ല. ദേവാലയങ്ങളുടെ ഉള്ളിൽ നിർവഹിക്കപ്പെടുന്ന ആരാധനയുണ്ട്. അതോടൊപ്പം ദേവാലയത്തിന് പുറത്തും നമ്മൾ നിർവഹിക്കുന്ന ആരാധന, ഇസ്ലാം മത വിശ്വാസപ്രകാരം നമ്മൾ ഒരാളോട് ഹൃദയം തുറന്ന് പുഞ്ചിരിച്ചാൽ തന്നെ അത് വലിയ ആരാധനയാണ്. അത് ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. മുന്നിൽ വരുന്ന ആരായാലും അത് അവനവൻ്റെ മതം തന്നെ ആയിക്കൊള്ളണമെന്നില്ല. മുന്നിൽ വരുന്ന മനുഷ്യനോട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യുന്നത് തന്നെ ആരാധനകളിൽപ്പെട്ടതായിട്ടാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം എണ്ണുന്നത്. ഓരോ മതവും വിഭാവനം ചെയ്യുന്ന പോലെ തന്നെയാണ് മനുഷ്യ സ്നേഹവും സാഹോദര്യവും ഒക്കെയാണ്. ആ വലിയ കാഴ്ചകൾ ഈ തേവലക്കരയിൽ നമുക്ക് നിരന്തരമായി കാണുവാൻ സാധിക്കുന്നു എന്നുള്ളത് ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സുഹൃതമായിട്ട് നമുക്ക് എണ്ണുവാൻ സാധിക്കുന്നു.